യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തില് നമ്മൾ ഒടുവിൽ നിർത്തിയത് ജീവജലത്തെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുന്ന, ശമരിയ സ്ത്രീയോട് വ്യക്തമാക്കുന്ന ഒരിക്കലും ദാഹിക്കാത്ത ജീവജലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ജീവജലത്തിന്റെ 4-5 സവിശേഷതകളാണ് ഒടുവിൽ നമ്മൾ കണ്ടത്. ഈ മഹത്തായ, അല്ലെങ്കിൽ ഇതുവരെ ഈ സ്ത്രീ കേട്ടിട്ടില്ലാത്ത, അവള് ഒരിക്കലും വിഭാവന ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ഈ വെള്ളത്തെക്കുറിച്ച് അവൾ കേട്ടപ്പോൾ അവള് കർത്താവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അത് 11ഉം 12ഉം വാക്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവള് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയ. ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അധികം പരാമർശിക്കുന്നില്ല. ഞങ്ങളുടെ പിതാവായി യാക്കോബ് തന്ന വെള്ളം തലമുറയായിട്ട് ആളുകൾ കുടിച്ചു വന്നു. ഇപ്പോൾ ഞങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആടുമാടുകളൊക്കെ, അവരുടെ പഴയ ആടുമാടുകളൊക്കെ ഈ വെള്ളം കുടിച്ചതാ. എന്നാൽ ഒരിക്കലും യാക്കോബ് തന്ന വെള്ളത്തിന്, ഈ കിണറ്റിലെ വെള്ളത്തിന് നീ പറഞ്ഞ ശക്തിയില്ല. ഞങ്ങൾ ഇതുവരെ കുടിക്കുന്നുണ്ട് ഈ വെള്ളം, എന്നാൽ ഇവിടെ വരണം, ഞങ്ങളെ ഇത് കോരണം, എങ്കിലേ ഞങ്ങൾക്കത് ദാഹശമനത്തിന് ഉപകരിക്കുകയുള്ളൂ. അത് അടുത്ത ദാഹം വരുന്നിടം വരെ അത് ഉപകരിക്കുകയുള്ളൂ. അടുത്ത ദാഹം ഉണ്ടാകുന്നിടം വരെ അത് ഉപകരിക്കുകയുള്ളൂ. എന്നാൽ ഇനി ഒരിക്കലും അടുത്തൊരു ദാഹം ഉണ്ടാകാതെ മരണം വരെ ദാഹിക്കാതിരിക്കുന്ന വെള്ളം നിനക്കെവിടെ നിന്നാണ്? 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ വെള്ളം നിനക്ക് എവിടെ നിന്ന്? 1. 2, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണ്. ഈ 2 ചോദ്യത്തിനും കർത്താവായ യേശുക്രിസ്തു വ്യക്തമായ ഉത്തരം അവൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഇപ്പോൾ യേശുക്രിസ്തുവിനെ പടിപടിയായിട്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വരുത്തുകയാണ്. അവളുടെ അഭിപ്രായത്തിൽ ക്രിസ്തു ആരാണ് എന്ന ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന്റെ ആ ഉത്തരമായിട്ട് അവൾ കണ്ടെത്തുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ക്രമാനുഗതമായിട്ട് അവൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ. ഞാനത് ഓരോന്നും പഠിക്കുമ്പോൾ പറയേണ്ടതാണെങ്കിലും അത് മുൻകൂട്ടി ഒന്ന് പറയാം. 1, ആദ്യം ഇവൾ യേശുവിനെ കാണുന്നത് എങ്ങനെയാണ്? നോക്കുക, 9-ാം വാക്യത്തിലോ കർത്താവായ യേശുവിനെ അവൾ കാണുന്നത് 9-ാം വാക്യം. ശമരസ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ, നീ ഒരു യഹൂദനാണ്. ഒരു സാധാരണ യഹൂദനായിട്ടാണ് യേശുക്രിസ്തുവിനെ ഈ സ്ത്രീ ആദ്യം കാണുന്നത്. ഞാന് ലൂയിസ് എന്ന് പറയുന്ന ഒരു വലിയ ഇംഗ്ലീഷ് ആംഗലേയത്തിലെ ഒരു വലിയ വേദശാസ്ത്രജ്ഞനായ ഒരു എഴുത്തുകാരനുണ്ട്. C.S. ലൂയിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, വിശ്വപ്രസിദ്ധമാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, വിവർത്തനം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് മോർ ദാൻ എ കാർപ്പൻ്റർ എന്നാണ്. മോർ ദാൻ എ കാർപ്പൻ്റർ, ഒരു തച്ചനേക്കാൾ വലിയവൻ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്.
ഞാൻ പറയട്ടെ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചു. അവിടെ ഞാൻ എടുത്ത ഒരു വിഷയമാണിത്. മർക്കോസ് വിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ തച്ചനല്ലയോ? അപ്പോൾ യേശുക്രിസ്തുവിനെ അന്നത്തെ സമൂഹം കണ്ടത് കേവലം ഒരു യഹൂദനായിട്ടോ ഒരു തച്ചാശാരിയായിട്ടോ ഒരു തച്ചന്റെ മകനായിട്ടോ ആണ് കണ്ടത്. ഞാൻ ഇന്നലെ പ്രസംഗിച്ച ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു കേവലം ഒരു തച്ചനാണ് എന്ന് ജനം കണ്ടു ആ കാലഘട്ടത്തിൽ. എന്നാൽ അവരെ അത്ഭുത പരതന്ത്രരാക്കിയ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു തച്ചൻ അവരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ, പഠിപ്പിച്ചപ്പോൾ, ഉപദേശിച്ചപ്പോൾ അവർ കണ്ടത് ഒരു തച്ചനെ അല്ല, ഒരു തച്ചന്റെ ജ്ഞാനമല്ല യേശുവിൽ അവർ കണ്ടത്. അതുകൊണ്ടാണ് അവർ കണ്ണുമിഴിച്ച് അത്ഭുതപ്പെട്ട് ചോദിച്ചത്, ഇവനൊരു തച്ചനല്ലേ? ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്നാണ്? ഓർത്ത് നോക്കണം, അന്നത്തെ സമൂഹം അത്ഭുതപ്പെട്ട കാര്യമാണത്. ഒരു തച്ചന് ഈ ജ്ഞാനം എവിടെ നിന്നാണ്? അവന്റെ അമ്മ മറിയ എന്നവളാണ്. ഇവന്റെ അപ്പൻ യോസേഫ് എന്നയാളായിരുന്നു. ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ സാധാരണക്കാരാണ്, മീൻപിടുത്തക്കാരാണ്, അല്ല തച്ചന്മാരാണ്. അവരിവിടെ ഉണ്ട്. ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇവൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇവിടെ ഈ ശമര്യക്കാരി അവിടെ അടുത്ത് വന്ന് പരിക്ഷീണനായി വെള്ളം ചോദിക്കുന്ന യേശുക്രിസ്തുവിനെ അവൾ ആദ്യം കണ്ടത് ഒരു യഹൂദനായിട്ടാണ്, ഒരു സാധാരണ യഹൂദനായിട്ടാണ് അവൾ കണ്ടത്. എന്നാൽ അവളുടെ ജിജ്ഞാസ തുടർന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് അവളെ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ സംഭാഷണത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ കർത്താവ് ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കാര്യം അവതരിപ്പിക്കുകയല്ല, ക്രമേണ കർത്താവ് ആത്മീയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ട് കർത്താവായ യേശുവിനെ ആരാണ് എന്ന് അവളുടെ വീക്ഷണത്തിൽ വരുന്ന വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കണം. 9-ാം വാക്യത്തിൽ ഒരു യഹൂദനായി കണ്ട ഈ സ്ത്രീ 11-ാം വാക്യത്തിൽ വന്നപ്പോൾ നയിക്കേ 11-ാം വാക്യം, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. സ്ത്രീ അവനോട് യജമാനനെ, യേശുക്രിസ്തുവിനെ അവൾ ഇപ്പോൾ കാണുന്നത് യജമാനനെ എന്ന് വിളിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഉയർന്ന തലത്തിലാണ് യേശുവിനെ കാണുന്നത്. ചില വിവർത്തനങ്ങളിലൊക്കെ സർ എന്നാണ് ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ യജമാനൻ എന്നുള്ളത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ചിലതിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ദ മാസ്റ്റർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് ഭാഷകളിലൊക്കെ ഈ യജമാനൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൂറിയോസ് എന്നുള്ള വാക്കാണ്. കൂറിലോസ് എന്ന വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം കർത്താവ് എന്നാണ്. യേശുക്രിസ്തുവിനെ അവൾ ഒരല്പം കൂടെ ഉയർന്ന നിലയിൽ കാണുകയാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയില് വേദശാസ്ത്രപരമായ അർത്ഥത്തിലെ കർത്തൃത്വമല്ല, കർത്താവായിട്ടല്ല അവൾ കാണുന്നത്. പിന്നെ അവൾ ബഹുമാനിക്കേണ്ട, അവൾ ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് കർത്താവായ യേശുവിനെ അവൾ കാണുകയാണ്. എന്നാൽ അടുത്ത തലത്തിലേക്ക് വന്നപ്പോൾ നോക്കുക, കർത്താവ് കുറെ കൂടെ ആഴത്തിൽ അവളോട് സംസാരിച്ചു. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ നീ എന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരും, ജീവന്റെ വെള്ളം തരും എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ചോദിക്കുന്ന 12-ാം വാക്യം, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? അപ്പോൾ ഇപ്പൊ നോക്കിക്കേ, യേശുക്രിസ്തുവിനെ അവൾ ഇപ്പോൾ കാണുന്നത് യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് കർത്താവായ യേശുവിനെ കാണുന്നത്. ഇത് ജനമധ്യത്തിൽ അക്കാലത്തുണ്ടായ യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ടായ അവബോധമാണിത്.
കർത്താവായ യേശുക്രിസ്തു ഏതൊരു വ്യക്തിയോടും സമൂഹത്തോടും ഏർപ്പെടുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വീക്ഷണം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവരുടെ വീക്ഷണത്തിൽ യേശുക്രിസ്തു ആരാണ്? യാക്കോബിനേക്കാൾ നീ വലിയവനാണോ എന്ന് അവൾ ചോദിക്കുക. ഇനിയും തുടർന്ന് ഇവള് സംസാരിച്ചു വരുമ്പോൾ 19-ാം വാക്യത്തിൽ നോക്കുക. യേശുക്രിസ്തുവിനെ അവൾ പ്രവാചകൻ സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. നമുക്ക് പിന്നാലെ അത് ഈ പ്രവാചകൻ എന്ന് ഇവള് പറയാനുണ്ടായ കാരണം അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. നോക്കണം, ഒരു സാധാരണ യഹൂദനായി കണ്ട ഈ സ്ത്രീ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട, അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു കർത്തൃത്വമുള്ളവനായി തുടർന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവളുടെ മതവിഭാഗത്തിലെ ഏറ്റവും ആദരണീയനായ, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന യാക്കോബ് എന്ന ആ വലിയ മനുഷ്യനേക്കാൾ വലിയവനായിട്ട് യേശുക്രിസ്തുവിനെ അവൾ ചോദിക്കുകയാണ്. സമ്മതിച്ചു കൊടുക്കുകയല്ല, യാക്കോബിനേക്കാൾ വലിയവനാണ് നീ എന്ന് സമ്മതിച്ചു കൊടുക്കുകയല്ല, അവൾ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പറയുകയാണ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അവളെ ഈ യാക്കോബിന്റെ കാര്യം യാക്കോബിനോട് തുലനം ചെയ്ത് ചോദിക്കുന്നത് പോലെ അല്ല ഇവിടെ ഈ പ്രവാചകൻ എന്ന കാര്യം പറയുന്നത്. നീ ഒരു പ്രവാചകനാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയല്ല. മോശയെപ്പോലെ നീ ഒരു പ്രവാചകനാണോ എന്ന് ചോദിക്കുകയല്ല. നീ മോശയേക്കാൾ വലിയ പ്രവാചകനാണോ എന്ന് ചോദിക്കുകയല്ല. അവള് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഉറപ്പിച്ചു പറയുകയാണ്, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അതിന് ഒരു കാരണമുണ്ട്. അത് നമുക്ക് ആരാധനയോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്കത് ചിന്തിക്കാൻ സാധിക്കും. ഇനി നോക്കുക, നാലാമതായിട്ട് ഇവൾ യേശുക്രിസ്തുവിനെ കാണുന്നത് 25-ാം വാക്യം നോക്കുക. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നുവെന്ന് ഞാൻ അറിയുന്നു. മശിഹായിട്ട് യേശുവിനെ അവൾ കാണുന്നെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. അവള് പറയുന്നത് എന്താ? മിശിഹ വരും എന്ന് ഞങ്ങൾ അറിയുന്നു, അല്ലെ? മിശിഹ വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ. ഇവിടെ ഈ സ്ത്രീയുടെ ജീവിത പശ്ചാത്തലം നമ്മളൊക്കെ, ഞാനും ഷൈജം ബ്രദറും റെജിമോൻ പാസ്റ്ററും ഒക്കെ പൊതുവിൽ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ സ്ത്രീയുടെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് നമ്മളെല്ലാവരും ചിത്രീകരിക്കുന്നത്. അത് ശരിയുമാണ്, അത് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രമാത്രം ധാർമ്മികമായ മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടും നിങ്ങൾ ഈ ഭാഗം ഒന്ന് സൂക്ഷിച്ച് പഠിച്ചു നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇത്രയ്ക്ക് ധാർമ്മികമായ എന്ന് പറഞ്ഞാൽ അനാശാസ്യമായ ഒരു ജീവിതം നയിക്കുന്ന സ്ത്രീ ആയിരുന്നിട്ടും കൂടെ അവളുടെ ആത്മീക പരിജ്ഞാനം എത്രയായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനതിന് 3 ഉദാഹരണങ്ങൾ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അവളുടെ ആ ആത്മീക പരിജ്ഞാനത്തിന്റെ 3 ഉദാഹരണം. ഒന്ന്, ഇവൾക്ക് യാക്കോബിനെ അറിയാം. ഈ കിണർ എങ്ങനെ ഉണ്ടായെന്ന് അവൾക്കറിയാം. ഈ കിണറിന്റെ പശ്ചാത്തലം അവൾക്കറിയാം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായ ഈ കിണറിന്റെ ഉപജ്ഞാതാവ്, ഈ കിണർ ഞങ്ങൾക്ക് തന്നത് യാക്കോബാണെന്നറിയാം. അവളുടെ മതപരിജ്ഞാനം, അവളുടെ മതത്തിലുള്ള ആഴത്തിലുള്ള അറിവ് എത്ര വലുതാണ് എന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഒരു സാധാരണ ഒരു വിഷയമല്ല. ഇനി രണ്ടാമത്,
ഈ സ്ത്രീയുടെ ആത്മീക പരിജ്ഞാനത്തിന്റെ, നമ്മൾ വിചാരിക്കും ഈ ഒരു വിധത്തിൽ ധാർമ്മികമായ അതപ്പതിച്ച ജീവിതമൊക്കെ നയിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ അവഗണിച്ചു വിടരുത്. ഒരു വ്യക്തിയെയും നമ്മൾ അങ്ങനെ അവഗണിക്കരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ ഒരു വ്യക്തിയെയും ഒരു മുൻവിധിയോടുകൂടെ കാണരുത്. യേശുക്രിസ്തു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്രയും മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവളായിട്ടും അവളുടെ അന്തർഗതവും അവളുടെ ആത്മീക പരിജ്ഞാനവും യേശുവിന് അറിയാമായിരുന്നു. ഇവളോട് സംസാരിച്ചാൽ ഇവളുടെ കയ്യിലേക്ക് വരും, ഇവൾ യേശുവിനെ അംഗീകരിക്കും. കാരണം അവളുടെ ആത്മീയ പരിജ്ഞാനം കർത്താവായ യേശു കാണുക. രണ്ടാമത് കേട്ട്, ഒന്ന് യാക്കോബിനെ കുറിച്ചും യാക്കോബ് മുഖാന്തരം ലഭിച്ച ഈ കിണറിനെ കുറിച്ചുമുള്ള ആത്മീക പരിജ്ഞാനം അവൾക്കുണ്ടായിരുന്നു. രണ്ടാമത് നമ്മളിപ്പോ വായിച്ച ഈ വാക്യമാണ്, 25-ാം വാക്യം. എന്താ? അവനോട് മശിഹ എന്ന് വെച്ചാൽ തോന്നിയത് പോലെ നടക്കുകയല്ല. അവക്കൊരു കാര്യം അറിയുന്നു. എന്താ? ശമരിയാക്കാരി ആയിരുന്നിട്ടും അവൾക്കറിയാമായിരുന്നു മിശിഹ വരും. മിശിഹായെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു സാക്ഷാൽ യഹൂദന് മാത്രമുള്ള ഒരു പരിജ്ഞാനമാണ് ഈ ശമരിയക്കാരിക്ക്. കാരണം അവൾക്ക് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, മോശ മുഖാന്തരം നൽകപ്പെട്ട 5 പുസ്തകങ്ങളിൽ നിന്ന് അവൾക്ക് ഒരു മിശിഹായെ വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം അറിയുകയാണ്, അവൾ പറയുകയാണ് മിശിഹ വരും എന്ന് ഞാൻ അറിയുന്നു. ആരാണ് മിശിഹ? മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇന്ന് ഈ വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ആളുകൾ അഭിഷേകത്തെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്, അതിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ഇതൊക്കെ വലിയ വളരെ ശക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട കാര്യം. മിശിഹ ആരാണ്? പിതാവായ ദൈവം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. മിശിഹായ അഥവാ അഭിഷിക്തൻ. ഇദ്ദേഹം അഭിഷിക്തനായത് എങ്ങനെയാണ്? പിതാവായ ദൈവം ആത്മാവിനാൽ അഭിഷേകം ചെയ്തു. എന്തിന്? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, കുരുടർക്ക് കാഴ്ച പ്രസംഗിക്കുവാൻ. തുടർന്ന് പറയുന്നത് എന്താണ്? ബന്ധിക്കപ്പെട്ടവർക്ക് വിമോചനം നൽകുവാനായിട്ട് ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മിശിഹ വരും. മിശിഹ എന്നുള്ളത് എബ്രായ വാക്കും ക്രിസ്തോസ് അഥവാ ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് വാക്കുമാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇനി നോക്കുക, ഇവിടെ ആത്മീക പരിജ്ഞാനത്തിന്റെ 3-ാമത്തെ തെളിവ് കേൾക്കണേ. ഇവൾക്ക് ആരാധനയെ കുറിച്ചറിയാം. നമ്മൾ പഠിക്കാൻ പോകുന്ന 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ആരാധനയെ സംബന്ധിക്കുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ സ്ത്രീയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നതാണ്. 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. അവള് പറയുന്ന കാര്യം, സ്ത്രീ 19-ാം വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അടുത്തത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. കണ്ടോ? അപ്പോൾ ഇവർക്ക് ആരാധനയെ കുറിച്ച് അറിയാം. ഞാനിപ്പം ഒറ്റ വാചകം അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഇതിന്റെ ആഴം നമ്മൾക്ക് ബോധ്യപ്പെടും. നോക്കണം, ഈ സ്ത്രീ കേവലം ഒരു ഒന്നും അറിയാത്തവളല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന ആളുകളെ നമ്മൾ നേരത്തെ ഒരു വിധി എഴുതി തള്ളിക്കളയരുത്. കേട്ടോ? അവൻ കൊള്ളുകയില്ല. അവൻ ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ആളാണ്. അവിടെ അടുത്തോട്ട് ഒരു വർത്തമാനം പറയരുത്, അത് തന്നെ തെറ്റാണ്. ഈ മുൻവിധി എഴുതി എത്രയോ ആത്മാക്കളോട് സുവിശേഷം പറയാതെ നമ്മൾ അവരെ നരകത്തിൽ വിട്ടിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദികൾ നമ്മളല്ലേ?
നമ്മൾ ആളുകളെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം. ആത്മീക കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്, ആത്മീക കാര്യങ്ങൾ അറിയാവുന്നവരുമുണ്ട്. ഈ സ്ത്രീ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ അത് ക്രിസ്തുവായിട്ട് തന്നെ അംഗീകരിക്കാനുള്ള കാരണം നമ്മളിവിടെ വായിച്ച ഈ ഭാഗത്ത് 25-ാം വാക്യത്തിൽ അവള് പറയുകയാണ്, എന്താ? സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ച ക്രിസ്തു വരുന്നുവെന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തു വരും, മിശിഹ വരുമെന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. അതെ, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം അവൾക്കുണ്ടായത്. ആ കാഴ്ചപ്പാട് വെച്ച് കർത്താവായ യേശുക്രിസ്തു അവളോട് പറയുന്നു. നോക്കി 26-ാം വാക്യം. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇനി മറക്കില്ല. മിശിഹ വരും എന്ന് ഞാൻ അറിയുന്നു. ആ മിശിഹ വന്നാൽ സകലതും ഉപദേശിച്ചു തരിക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു തരുമെന്ന്, പഠിപ്പിച്ചു തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്റെ പൊന്നുമകളെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് മിശിഹ. സ്തോത്രം. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവൻ തുറക്കും. കണ്ടെത്താകുന്ന കാലത്ത് യഹോവയെ അന്വേഷിക്കണം. ഇതെല്ലാം തിരുവഴുത്തിലെ വലിയ ആഹ്വാനങ്ങളാണ്. ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ സ്ത്രീ പറഞ്ഞു, മിശിഹ വരും എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു പറഞ്ഞു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് മിശിഹ. ഒരു വലിയ അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. കർത്താവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന, ഇവിടെ നമ്മള് ഈ ഭാഗം നമ്മൾ വായിച്ചാൽ അവളുടെ അന്തർദാഹത്തിൽ നിന്ന് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആ വെള്ളം വേണം. നീ ആ വെള്ളം കൊടുക്കുന്നവനാണെങ്കിൽ എനിക്ക് ആ വെള്ളം വേണം. യേശു കർത്താവ് പറഞ്ഞു, ആ വെള്ളം തരുവാൻ കഴിവുള്ള മിശിഹായാണ് ഞാൻ എന്ന് കർത്താവായ യേശു തന്നെത്താൻ അവളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ തിയോളജിക്കല വേദശാസ്ത്രപരമായ വലിയ ഒരു യാഥാർത്ഥ്യം ഞാൻ വ്യക്തമാക്കാം. പ്രിയ കർത്തൃദാസന്മാർക്ക്, വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ദൈവം വെളിപ്പെടുത്താതെ ആർക്കും ദൈവത്തെ അറിയുവാൻ സാധിക്കില്ല. ആർക്കും, ഏതൊരു വ്യക്തിക്കും ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തണം. ഞാൻ ഒന്ന് രണ്ട് വാചകത്തിൽ അത് പറഞ്ഞു പോകാം. എന്താ? മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ മനുഷ്യന് സാധിക്കും. അതൊക്കെ ഞാൻ ഇരുന്ന് പഠിച്ച് അതൊക്കെ എൻ്റെ ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അന്വേഷണവും കണ്ടെത്തലും, നമ്മൾ ഓർക്കണേ, ഈ കണ്ടെത്തലിനെ കുറിച്ച് 2 പദങ്ങൾ ഞാൻ പറയാറുണ്ട്. ഒന്ന് വെളിപാടാണ്. ദൈവം വെളിപ്പെടുത്തിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന കാര്യം. മനസ്സിലായോ? ദൈവം വെളിപ്പെടുത്തിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന കാര്യം. 2, നമ്മൾ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തുന്ന കാര്യം. ഇവിടെ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള പേരെന്താണെന്നറിയാമോ? ഇൻവെൻഷൻ എന്നാ. വേറൊരു വാക്ക് ഡിസ്കവറി എന്നാ. ഡിസ്കവറി, ഇൻവെൻഷൻ, കണ്ടെത്തൽ. കൊളംബസ് അമേരിക്ക എന്ന ഭൂഖണ്ഡം കണ്ടെത്തി, ആ ഭൂപ്രദേശം കണ്ടെത്തി. അത് നേരത്തെ ഉണ്ടായിരുന്നു.
ദൈവം വെളിപ്പെടുത്തിയിരുന്നതാണ്. ദൈവം വെളിപ്പെടുത്തിയിരുന്ന, ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച, ദൈവമാക്കിയ ഒരു സ്ഥലം കൊളംബസ് പോയി കണ്ടെത്തുക. അതുപോലെ തന്നെ ലൂയിസ് പാസ്റ്റർ, നമ്മൾ മുമ്പേ പേപ്പട്ടി വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ലൂയിസ് പാസ്റ്റർ എന്ത് ചെയ്തു? പേപ്പട്ടി വിഷം കണ്ടെത്തുക. അതെങ്ങനെയാണ്? പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും വഴി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ദൈവം ഒരു വ്യക്തിക്ക് സ്വർഗീയ സത്യങ്ങൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, ദൈവം ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൈവം നേരിട്ട് ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ നമ്മുടെ ഇന്നത്തെ പഠനം അങ്ങോട്ടങ്ങ് മാറും. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു മത്തായി സുവിശേഷം 11-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താ? എൻ്റെ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവനല്ലാതെ. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ, ഒരു വ്യക്തി അറിയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തണം. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജോലി എന്തായിരുന്നു? ഞാൻ ഇവ രണ്ടും ഒന്ന് പരസ്പര പൂരകമായ ഈ രണ്ട് സത്യങ്ങൾ ഞാൻ ഒന്ന് ചേർത്ത് വയ്ക്കുക. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഓരോ വ്യക്തിക്കും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വെളിപ്പെടുത്തുകയാണ്, ആ വാക്കാണ് റെവലേഷൻ, വെളിപ്പെടുത്തുകയാണ്. ഇനി യേശുക്രിസ്തുവിന്റെ ജോലി എന്താണ്? യോഹന്നാൻ 1:18 നമ്മൾ കണ്ടതാണ്. എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കണം, ഇതൊരു പാരസ്പര്യ വെളിപാടാണ്. പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു, പുത്രൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. നോക്കണം, യേശുക്രിസ്തു ഈ സ്ത്രീക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ എന്നറിയുക. തുടർന്ന് അവൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ തിരുവെഴുത്ത് പഠിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജനസാമാന്യത്തിന്റെ വിലയിരുത്തലിൽ വന്നിട്ടുള്ള ക്രിസ്തുവിന്റെ മഹത്വം, ഗ്രേറ്റർ ദാൻ, യേശുക്രിസ്തു ഇന്നയാളിനേക്കാൾ, ഇന്നതിനേക്കാൾ വലിയവനാണ് എന്ന് പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. അതാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത്. ഈ സ്ത്രീ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൾ പറയുന്ന ഒരു കാര്യം, നീ ഞങ്ങളുടെ പിതാവായ, ഞാൻ പിന്നീട് പറഞ്ഞോളാം, അത് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പിതാവ് എന്നല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, 12-ാം വാക്യം നോക്കി. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ. ഞങ്ങളുടെ പിതാവെന്നല്ല അവള് പറയുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരു പിതാവാണ്. യേശുവിനും ഒരു പിതാവാണ്, എനിക്കും ഒരു പിതാവാണ്. നമ്മുടെ പിതാവ് അവർക്ക് നന്നായിട്ടറിയാം. അവിടെ ആത്മീക പരിജ്ഞാനം നോക്കിക്കൊള്ളുക. യഹൂദന്റെയും ശമരിയക്കാരന്റെയും പിതാവാണ്, ശമര്യരുടെയും പിതാവാണ് യാക്കോബ്. അവള് ചോദിക്കുക, യാക്കോബിനേക്കാൾ നീ വലിയവനാണ്. ഇത് അക്കാലഘട്ടത്തിലെ ജനസാമാന്യത്തിന്റെ നടുവിൽ ജനം പറഞ്ഞതും യേശുക്രിസ്തു പറഞ്ഞതുമായിട്ടുള്ള ചില താരതമ്യം ചെയ്ത് അതിലും അവരെക്കാളും വലിയവനാണ് ക്രിസ്തു എന്ന് കർത്താവും പറഞ്ഞു, യേശുവിനെ കണ്ട ജനവും പറഞ്ഞു. ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ പഠനത്തിൽ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിപ്പോയാൽ നമ്മൾ മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ വചനം പ്രഘോഷിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ പ്രഭാഷണങ്ങളിൽ തന്നെ ഇത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അത്
ഈ പഠനത്തിൽ തുറന്നു പോകുന്നത് നമ്മുടെ പല സഹോദരങ്ങൾക്കും പ്രയോജനകരമായി തീരാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു സൂചന നൽകാം. കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരിത് ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരാവർത്തനം, എന്താ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു ഉണർത്തുക, അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയായിട്ട് കണ്ടാൽ മതി. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം എടുത്താട്ട് അവിടെ 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശുക്രിസ്തു ഇത് വേറൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പറയുന്നത്. യേശുക്രിസ്തു തന്നെ യഹൂദന്മാരുടെ അഭിമാന സ്തംഭമായ ദൈവാലയത്തോട് തുലനപ്പെടുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ കാണുന്ന ഈ ദൈവാലയം, ആ ദൈവാലയം അക്ഷരീകമായ ഭൗമികമായ ഒരു ദൈവാലയമാണ്. എന്നാൽ ആ ദൈവാലയത്തെക്കാൾ വലിയവനാണ് ഞാൻ. ആ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒട്ടും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയല്ല, പെരുപ്പിച്ചു പറയുകയല്ല. ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു വലിയ വിഷയമാണ് യേശുക്രിസ്തു ജനത്തിന്റെ മുമ്പിൽ ഇട്ടത്. എന്താ? ദൈവാലയത്തെക്കാൾ വലിയവനാണ് ഞാൻ. എബ്രായർക്ക് എഴുതിയ ലേഖനമുണ്ടല്ലോ, എബ്രായ ലേഖനം 13 അധ്യായങ്ങളുള്ള ആ ലേഖനത്തിലെ ആദ്യത്തെ 10 അധ്യായങ്ങൾ, 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഈ പ്രസ്താവത്തിന്റെ വിശദീകരണം, വ്യാഖ്യാനം അവിടെ കാണാം. യഹൂദന്മാർ ആരാധിച്ചു വന്ന ദൈവാലയത്തിലെ ഞാൻ ക്രമമായിട്ട് പറയാം. 1 ദൈവാലയം, 2 ആ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ, 3 ആ ദൈവാലയത്തിലെ യാഗം, 4 ആ ദൈവാലയത്തിലെ പുരോഹിതൻ. കണ്ടോ? പഠിച്ചാൽ തീരുവോ? അതെല്ലാം കൂടെ കർത്താവായ യേശുക്രിസ്തു ഒരു അവലോകനം ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ആരാണെന്നറിയാമോ? നിന്റെ ഈ ദൈവാലയത്തെക്കാൾ വലിയവനാണ് ഞാൻ. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഇതിന്റെ പഠനത്തിനായിട്ട് പറയാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ, 25 മുതൽ 40 വരെയുള്ള അധ്യായം. ഞാൻ കണക്കിന് ഒത്തിരി പിമ്പിലാണ്. എത്ര അധ്യായം ഉണ്ടെന്ന് പെട്ടെന്ന് കൂട്ടി പറയാൻ പറ്റുന്നത് പറയുന്നത് നല്ലതാണ്. 25 മുതൽ 40 വരെയുള്ള അധ്യായം. എന്താ വിഷയം എന്നറിയാമോ? സമാഗമന കൂടാരമാണ്. ഇതിനകത്ത് എന്തോ ഇത്രയും വലിയ കാര്യമായിട്ട് സാർ എന്തോ ഈ പറയുന്നത് ഇപ്പൊ മനസ്സിൽ വന്നോ? ഞാൻ ചോദിക്കട്ടെ, ഈ മനോഹരമായ മനുഷ്യനെ അളവും അതിനും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയാൻ ബൈബിളിൽ എത്ര സ്ഥലം, എന്തേറെ സ്പേസ് എടുത്തു? എന്തേറെ സ്പേസ് എടുത്തു? ഒരൊറ്റ വാക്കിൽ എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഈ മഹത്തായ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയാൻ ബൈബിളിൽ ഒരു വാക്യം മാത്രം പറഞ്ഞപ്പോൾ
ഒരു ദൈവാലയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാൻ പുറപ്പാട് പുസ്തകം 25 മുതൽ 40 വരെയുള്ള സുദീർഘമായ ഭാഗം, സ്പേസ്, സ്ഥലം ഈ പുസ്തകത്തിൽ മാറ്റിവെച്ചെങ്കിൽ ആ ദൈവാലയത്തിന് എത്രമാത്രം പ്രാധാന്യമാണ് ബൈബിൾ നൽകിയിരിക്കുന്നത്. നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് ഈ പുസ്തകം പഠിച്ചിട്ട് എൻ്റെ കൊതിയം കൊണ്ട് തീർന്നിട്ടില്ല. എനിക്കിത് പഠിക്കുന്തോറും ധ്യാനിക്കുന്തോറും ഇതിനങ്ങ് തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ മഹാദൈവാലയത്തെക്കാൾ നമ്മുടെ കർത്താവിന്റെ മഹത്വം, ആ പുറമെ കാണുന്ന ദൈവാലയം, ആ ദൈവാലയത്തിനകത്ത് ആദ്യം കാണുന്ന യാഗപീഠം, തുടർന്ന് കാണുന്ന താമ്രത്തൊട്ടി, തൊട്ടപ്പുറത്ത് കാണുന്ന നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, അങ്ങേ അറ്റത്ത് അതിവിശുദ്ധ സ്ഥലത്ത് കാണുന്ന നിയമപ്പെട്ടകം, കൃപാസനം, കെരൂബുകൾ, ആ നിയമപ്പെട്ടകത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം ആരെയാ കാണിക്കുന്നത്? സ്തോത്രം. ആ ദൈവാലയത്തിൽ നടക്കുന്ന യാഗങ്ങൾ ഓർക്കണം, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച ആ യാഗങ്ങൾ ആരെയാ കാണിക്കുന്നത്? സ്തോത്രം. ആ ദൈവാലയത്തിലെ മഹാപുരോഹിതൻ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പഠിച്ച തീരുമോ പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം കൂടെ ആകെക്കൂടെ അവലോകനം ചെയ്തിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവാലയത്തെക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തുവിന്റെ മഹത്വം. രണ്ടാമത് 12-ാം അധ്യായം തന്നെ, മത്തായി സുവിശേഷം 12-ാം അധ്യായം തന്നെ 41-ാം വാക്യം, 12-ന്റെ 41. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ, ഇതാ ഇവിടെ യോനയിലും വലിയവൻ. രണ്ടാമത് യേശു ക്രിസ്തു പറയുകയാണ്, ഇത് കർത്താവ് താൻ തന്നെ പറയുന്ന, ഇവിടെ ഇതാ യോനായിലും വലിയവൻ. എങ്ങനെ തുടങ്ങണം, എങ്ങനെ പുരോഗമിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ യേശു ക്രിസ്തു യോനയും തമ്മിൽ ഒരനുസരണം കെട്ട പ്രവാചകനെ കൂട്ടുപിടിച്ച് ഇവിടെ ഇതാ യോനായിലും വലിയവനെന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ഏതാണ്ട് വലിയ കാര്യമാണോ? ചോദിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിന്തിച്ചാൽ, പഠിച്ചാൽ, ധ്യാനിച്ചാൽ അനന്തമായി നീണ്ടുപോകുന്ന നിരവധി യാഥാർത്ഥ്യങ്ങളുടെ കൂമ്പാരമാണ് യോന എന്ന് പറഞ്ഞ പ്രവാചകൻ. ഞാൻ എൻ്റെ പഠനശേഖരത്തിൽ ഞാൻ എൻ്റെ ആയുസിൻ്റെ ഒരു നല്ല ഭാഗം, ചില വർഷങ്ങൾ തന്നെ യോനായും യോനയുടെ പുസ്തകത്തെ കുറിച്ച് പഠിക്കാൻ ഞാൻ മാറ്റിവെച്ചു. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് നോട്ടല്ല. യോനായെ കുറിച്ച്, ആ പുസ്തകത്തെ കുറിച്ചുള്ള പഠനം ഉണ്ടല്ലോ, എന്താണെന്നറിയാമോ? എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതൊന്ന് പ്രസിദ്ധീകരിക്കണമെന്ന്. പ്രാർത്ഥിച്ചു, ദൈവം അനുവദിച്ച് എനിക്ക് ആയുസ് തരികയാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാം, പ്രയത്നിക്കാം. ഓർക്കണേ, എന്താണ് അതിന്റെ അർത്ഥം? ആ 1-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്, യോനായിലും വലിയവനായ യേശു കർത്താവ്. ആ കപ്പൽ മുങ്ങാൻ തുടങ്ങുക, എല്ലാവരും നശിക്കാൻ തുടങ്ങുക. ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞു. കപ്പൽ മുങ്ങാൻ പോവുക, ഒരുത്തന്റെ പാപം നിമിത്തം ആ കപ്പൽ മുങ്ങാൻ തുടങ്ങുക. ഇതൊക്കെ ആത്മീയമായിട്ട് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ ആ കപ്പലിൽ ഇരിക്കുന്നവർ രക്ഷ പ്രാപിക്കണമെങ്കിൽ
യോന സ്വയമേവ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഈ കടൽ ശാന്തമാകണമെങ്കിൽ, ഇതിലെ യാത്രക്കാർ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്നെ എടുത്ത് കടലിൽ ഇടുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ഭൂലോകമാകുന്ന കപ്പലിലെ മനുഷ്യവർഗം മുഴുവനും രക്ഷപ്പെടുവാൻ ഒരുത്തനെ ദൈവകോപത്തിന്റെ കടലിലേക്ക് വലിച്ചെറിയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. അതാണ് സുവിശേഷം. യോനയുടെ പുസ്തകം ചെറിയ കാര്യമാണോ പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ദൈവജനത്തിന്റെ ആസ്വാദ്യത, അതിന്റെ മധുരിമ, അതിന്റെ മാധുര്യം അതെത്ര വലുതാണ്. ഞാൻ ഇവിടുത്തെ ഈ ഭാഗം, ഈ 12-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തോട് ബന്ധപ്പെട്ട ആ ഭാഗം മാത്രമെന്ന് പറയാം. കഥ പറയുകയാണ്, യോന കടലാനയുടെ വയറ്റില് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കണം. കർത്താവ് പറയുക, അടയാളം ചോദിച്ചവരോട് കർത്താവ് പറഞ്ഞ ഈ അടയാളമല്ലാതെ വേറെ അടയാളമില്ല. കടലാനയുടെ വയറ്റിൽ യോന ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും. ഞാൻ മൗനമായിരിക്കുന്നത് അടുത്ത് പറയാൻ പോകുന്ന ആശയത്തെ കുറിച്ച് ഒന്ന് എൻ്റെ മനസ്സിലിട്ടൊന്ന് ധ്യാനിച്ച് സന്തോഷിക്കുക. യോന എങ്ങനെയാ കടലാനയുടെ വയറ്റിലിരുന്നത്? എങ്ങനായിരുന്നു? ജീവനോടായിരുന്നു. 3 രാത്രിയും 3 പകലും മരിച്ചിട്ടാണോ? മരിച്ചായിരുന്നോ? ഇല്ല. എന്നാൽ എന്റെ കർത്താവ് കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് ക്രൂശിൽ മരിച്ചതിന് ശേഷമാണ്. ജീവനുള്ള യോനയാണ് കടലാന കൊണ്ടുവന്ന് ഛർദിച്ചത്. എന്നാൽ മരിച്ച മനുഷ്യപുത്രനെയാണ് മരണപാശങ്ങളെ അഴിച്ച് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇവിടെ ഇതാ യോനായിലും വലിയവൻ. ഇനി നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് എന്തൊക്കെ തിരുവഴുത്തിൽ പറഞ്ഞു, വേദപുസ്തകത്തിൽ പറയാത്ത ഒന്നും ചേർക്കരുത്, തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചേർത്ത് സ്തോത്രം നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ നമ്മൾക്ക് ഉയർത്തുവാൻ സാധിക്കും. ഒരു യോന മുഖാന്തരം മരണത്തെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നതുപോലെ നിനവേക്കാർക്കൊരു അടയാളമായി തീർന്ന യോന നിമിത്തം നിനവയിൽ രക്ഷപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു യേശു കാൽവരിയിലെ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ 21ഓളം നൂറ്റാണ്ടുകളായി കോടാനുകോടികൾ സ്വർഗത്തിന്റെ വകയായി തീരുവാൻ സാധിച്ചു. ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. സമയം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അടയാളം? യഹൂദന്മാർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നീ ഒരടയാളം ചെയ്യണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, യോനായുടെ അടയാളം. ഏതാണ് ആ അടയാളം? യോന കടലാനയുടെ വയറ്റിലിരുന്നത്. സ്തോത്രം, സ്തോത്രം. ലോകത്തിന് ഇന്ന് ആവശ്യം ഏതടയാളമാണ്? ഏതടയാളമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം?
അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് സുവിശേഷ പ്രസംഗവേദികളെ ഒരർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച ആധുനിക വചന പ്രഘോഷകരോട് ഞാൻ വ്യക്തമാക്കട്ടെ, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് ആത്മാക്കളെ രക്ഷിക്കുന്നത്. അല്ലാതെ അമ്മാമ്മയുടെ അച്ചായന്റെ ക്യാൻസർ മാറ്റുന്നതല്ല. വ്യക്തമായി ഓർക്കുക. ഇവിടെ ഇതാ യോനായിലും വലിയവൻ. ആ പറഞ്ഞതിന്റെ ഒരു മാനം കൂടെ ഒറ്റവാചകത്തിൽ പറയാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായ ഒരു പ്രവാചകനാണ് യോന. യേശുക്രിസ്തു അവനേക്കാൾ വലിയവനാണ്. മൂന്നാമതായിട്ട് ഇതേ അധ്യായം തന്നെ മത്തായി 12-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം നോക്കുക. മത്തായി 12:42. തെക്കേ രാജ്ഞിയെ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഗ്രേറ്റർ ദാൻ സോളമൻ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ ആരോട്? ശലോമോനോട് തുലനം ചെയ്ത് കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ വ്യക്തമാക്കുകയാണ്. യേശുക്രിസ്തു ശലോമോനിലും വലിയവനാണ്. നോക്കുക, ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന് 31-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് എഴുതുകയും വായിക്കുകയും ചെയ്യണം. ലൂക്കോസ് തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഉയർന്നെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. പാസ്റ്ററും ഷൈജം ബ്രദറും ഒക്കെ വിശദീകരിച്ചു കേട്ടോ. എന്താണ് യേശുക്രിസ്തു ശലോമോനും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് യേശു കർത്താവ് ശലോമോനേക്കാൾ വലിയവനാണെന്ന് പറയാൻ കാരണം? ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്. എന്റെ ഹൃദയം ഈ അനുഗ്രഹിക്കപ്പെട്ട യാഥാർത്ഥ്യത്തെ ധ്യാനിച്ചെന്റെ ഹൃദയം തുടിച്ചാണ് ഞാനത് പറയുന്നത്. സ്തോത്രം. ശലോമോന് ഒരിടത്തു നിന്ന് ജ്ഞാനം കിട്ടുകയായിരുന്നു. ഒരു ഉറവിടത്തിൽ നിന്ന് ജ്ഞാനം കിട്ടുകയായിരുന്നു. ആ ജ്ഞാനം കൊടുത്ത ജ്ഞാനത്തിന്റെ ഉറവിടമാണ് കർത്താവായ യേശു. ശലോമോനെ പോലെ ഒരു ജ്ഞാനി മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ആ ജ്ഞാനിക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തു ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ദ സോഴ്സ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിന്റെ സോഴ്സ് കർത്താവായ യേശുക്രിസ്തുവിനാണ്. ദൈവത്തെ ഞാൻ വാഴ്ത്തും. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞു പറയട്ടെ, ഈ ലോകത്തിലെ ജ്ഞാനികൾ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവായ യേശുവിന്റെ ജ്ഞാനത്തിന് തുല്യം നിൽക്കാൻ ഇവിടെ ഒരുത്തർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്നെല്ലാ ജ്ഞാനികളും സമ്മതിച്ചിട്ടുണ്ട്. യേശുവിനെ പഠിച്ചിട്ടുള്ള എല്ലാവരും. പിന്നെ ഈ തെരുവിലൂടെ നടക്കുന്ന ഒന്നും അറിയാൻ പാടില്ലാത്ത കുറെ ആളുകളൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ പറയുന്ന കണ്ടു, യേശുക്രിസ്തു ജീവിച്ചിരുന്നതിന്
ബൈബിളിന് പുറത്ത് ചരിത്രത്തിൽ യാതൊരു തെളിവുമില്ല. എന്താ ചെയ്യേണ്ടത്? ഊളംപാറയൊക്കെ ഉണ്ടാക്കണ്ടേ ഈ പറയുന്ന പാർട്ടികളെയൊക്കെ? മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കണം. വിവരമുള്ളവന്, ബോധമുള്ളവന്, ചരിത്രത്തെക്കുറിച്ച് അതിന്റെ ബാലപാഠം അറിയാവുന്നവന് യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ലെന്ന് പറയാൻ പറ്റുമോ? പോട്ടെ, അത് നമുക്ക് കൊണ്ട് മാറ്റിവെക്കാം. ജ്ഞാനത്തിന്റെ നിറകുടമായ, ജ്ഞാനത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു ഭാഗം പറയാം, നിങ്ങൾ അതൊന്ന് പഠിക്കണം. ഞാൻ പഠിച്ചിട്ട് എനിക്ക് ചിലതൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്യത്ഭുതകരമായി തോന്നിയ ഒരു ഭാഗം അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു ഭാഗം, റോമർ 1 മുതൽ 3 വരെയുള്ള അധ്യായം പോലെ തന്നെ പൗലോസിന്റെ ലേഖനങ്ങളിൽ പഠിച്ചാലും ആർത്തി തീരാത്തതും ഒരു പരിധിവരെ ഗ്രഹിക്കാൻ ഏറ്റവും പ്രയാസകരവുമായ ഒരു വേദഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം. നമ്മളൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദഭാഗം. ഈ വേദഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ ഒരു വിഷയം മാത്രം പറയാം. പല പ്രധാനപ്പെട്ട കുറഞ്ഞത് 3 വിഷയങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം. എന്താ? യേശുക്രിസ്തു ആരാണ്? യവനന്മാരെ നോക്കി. കൊരിന്ത് ലേഖനം എന്ന് പറഞ്ഞാൽ അഥേനയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ്. ഏറ്റവും വലിയ ലോകം കണ്ട താത്വികാചാര്യന്മാർ ജീവിച്ചിരുന്ന, സോക്രട്ടീസിനെ പോലെയുള്ള താത്വികാചാര്യന്മാർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ജീവിക്കുന്ന ജനത്തെ അവിടെ പ്രസംഗിച്ചപ്പോഴും പൗലോസ് അത് വ്യക്തമാക്കി. ആ സ്ഥലത്തെ ജനത്തിന് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗം നോക്കണം. 18 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുക്രിസ്തുവിനെ എന്തായിട്ടാ അവിടെ വിശകലനം ചെയ്തിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ എന്തായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? നോക്കണം. 22ഉം 23ഉം വാക്യങ്ങള് ഒന്ന് നോക്കുക. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാവട്ടെ യവനന്മാരാവട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ ഭോഷത്വം. മതി. യേശുക്രിസ്തുവിന് അവിടെ കൊടുത്തിരിക്കുന്ന പേര് കണ്ടോ? എന്താ ക്രിസ്തുവിന്റെ പേര്? ദൈവജ്ഞാനം. ദൈവജ്ഞാനം. ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വേറൊരു സോഴ്സിൽ നിന്നാണ് ഉണ്ടാകുക. എന്നാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു ആളത്വമാണ്. ആ ആളത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഞാന് സമയത്തിന്റെ ഫ്രെയിമിൽ നിൽക്കുന്നോണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ദൈവജ്ഞാനമായ കർത്താവായ യേശു ക്രിസ്തു. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. നമ്മള് വളരെ മറ്റുള്ളവരെ നമ്മളേതോ ഈ വീരവാദം മുഴക്കുന്നവരാണ്, ഇവരെ സ്വാർത്ഥരാണ് എന്നൊക്കെ പറയുമെങ്കിലും പറഞ്ഞോട്ടെ. എങ്കിലും ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയെ യഥാർത്ഥ ജ്ഞാനിയാക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജ്ഞാനിയാകണമെങ്കിൽ, സ്തോത്രം,
യേശുക്രിസ്തുവിനെ കൂടാതെ ഒരുവന് ജ്ഞാനി എന്ന പേര് യോജിക്കുന്നതല്ല. കേട്ടോ, ഇത് അഹങ്കാരം പറയുകയല്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം അയച്ച ദൈവജ്ഞാനമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി കൈക്കൊള്ളുമ്പോൾ ആ വ്യക്തി സ്വീകരിക്കുന്നത് എന്താ? ക്രിസ്തുവിനെയാണ്. അപ്പോൾ തന്നെ സ്വീകരിക്കുന്നത് ദൈവജ്ഞാനത്തെയാണ്. ഞാൻ പലവട്ടം നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി പറഞ്ഞ കാര്യം എന്താ? മഴ പെയ്തപ്പോ നനയാതിരിക്കാൻ വേണ്ടി പോലും ഞാൻ സ്കൂളിന്റെ വരാന്തയിൽ കയറിയിട്ടില്ല. എന്നാൽ വലിയ വലിയ ബിഷപ്പന്മാര് ചുവന്നതും വെള്ളയുമൊക്കെ കുപ്പായങ്ങളിട്ട് ആ പിമ്പിലിരിക്കുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് ഉത്തുംഗമായ ജ്ഞാനം വിളമ്പിയ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയെ ജ്ഞാനിയാക്കിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകൾ എത്ര വിലപ്പെട്ടത്. ഇന്ന് രാത്രി അല്ല, ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പകലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾക്ക് എന്തെങ്കിലും പരിജ്ഞാനമുണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടിയതാ? അതാരിൽ നിന്ന് കിട്ടിയതാ? ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം രണ്ടുപേരുമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഈ പരിജ്ഞാനം, ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഈ പരിജ്ഞാനം മനുഷ്യനിൽ ലഭിക്കാൻ സ്കൂളിൽ പോകണമെന്നോ വിദ്യാഭ്യാസം ചെയ്യണമെന്നോ ഇല്ല. ഒരു മനുഷ്യനെ ജ്ഞാനിയും പരിജ്ഞാനിയുമാക്കുവാൻ ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളിനോട് എങ്ങനെ സംസാരിക്കണം, ഒരു സദസ്സിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ്, ഒരു സ്ത്രീയോട്, ഒരു പുരുഷനോട്, ഒരു കുഞ്ഞിനോട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു വിരുന്നിന് നമ്മൾ ചെന്നാൽ നമ്മൾ പാലിക്കേണ്ട കാര്യം എന്താണ്, ഇതെല്ലാം പഠിപ്പിച്ചു തരാൻ ഒരൊറ്റ വ്യക്തി മതി, യേശു മതി. യേശുവിന്റെ അടുക്കലിരുന്ന് പഠിക്കുക. നാഗൽ സാഹിബ് പാടിയില്ലേ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. എന്ത് ചെയ്താ മതി? യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക നാം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവൻ. യേശുക്രിസ്തുവിന്റെ തിരുപാദത്തിൽ ഇരുന്ന് പഠിക്കുന്നവൻ അവൻ വിജ്ഞാനത്തിന്റെ ഒരു നിറകുടമായി, നിറകുംഭമായി മാറുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ശലോമോനേക്കാൾ വലിയവൻ. ഞാൻ ഈ കൊരിന്ഥി ലേഖനത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ദൈവജ്ഞാനത്തോട് ബന്ധപ്പെടുത്തി 18-ാം വാക്യം നോക്കി. ആ 18-ാം വാക്യത്തിൽ ഒരു മഹാസത്യം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ദാസനായ പൗലോസ് വ്യക്തമാക്കി. എന്താ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാവുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമ്മൾക്കോ ദൈവ ശക്തിയുമാവും. തൊട്ട് താഴോട്ട് വരുമ്പോൾ ദൈവശക്തിയായ ക്രൂശ്, 2 ദൈവജ്ഞാനമായ ക്രൂശ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവജ്ഞാനത്തിന്റെ വെളിപാട് അവിടെയാണ്. 2-3 വാചകത്തിൽ ഞാൻ പറഞ്ഞപ്പുറം പോവാം. എന്താ? ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം കണ്ട ഏക മാർഗം, ഞാൻ ഈ പറയുന്നത് അടിവരയിട്ട് മനസ്സിലാക്കുക, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അവനെ രക്ഷിക്കുവാൻ ദൈവജ്ഞാനത്തിൽ,
ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം കണ്ട ഏക മാർഗമാണ് കൽവരിയിലെ ക്രൂശ്. മനുഷ്യൻ പാപമോചനം പ്രാപിക്കുവാൻ അവന്റെ ജ്ഞാനത്തിൽ 1000 വഴികൾ കണ്ടെത്തിയാലും ആ ജ്ഞാനം അവനെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു നരകത്തിലായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനമാർഗമായ ക്രൂശിന്റെ മാർഗം, യേശുവിന്റെ ക്രൂശ്, അതാണ് പാപിയെ രക്ഷിക്കുന്ന യഥാർത്ഥ ദൈവജ്ഞാനം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അന്തസ്സോടെ, അഭിമാനത്തോടെ, നമ്മൾക്ക് അതിലേറെ ചാരിതാർത്ഥ്യ ബോധത്തോടെ ഇന്ന് രാത്രി നമ്മൾക്ക് പറയാം, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഞാനിപ്പം അവിടെ അങ്ങ് നിർത്തുകയാണ്. ശലോമോനിലും വലിയവൻ. 4, ഇത് കർത്താവായ യേശുവിനെ കുറിച്ച് ജനം പറഞ്ഞതാണ്. ഞാൻ വേഗത്തിൽ വായിച്ചു പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, നമ്മൾ പഠിക്കുന്ന പുസ്തകം 8-ാം അധ്യായം, യോഹന്നാൻ 8-ന്റെ 53-ഉം 54-ഉം വാക്യം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു. ഇത് ശമരിയ സ്ത്രീ ചോദിച്ച അതേ ചോദ്യം തന്നെ യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുക. നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് ശമരിയക്കാര് ചോദിച്ചില്ലേ? അതുപോലെ തന്നെ ഇവര് ചോദിക്കുന്ന ചോദ്യമാണ് 53-ാം വാക്യം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? സ്തോത്രം. അവൻ മരിച്ചു. പ്രവാചകന്മാരും മരിച്ചു. നിന്നെ തന്നെ നീ ആറാക്കുന്നു എന്ന് ചോദിച്ചു. അവരെത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നീ ജീവിക്കുന്നതിന് എത്രയോ വർഷങ്ങൾ, നീ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവൻ അബ്രഹാം. ആ അബ്രഹാമിനേക്കാൾ നീ ഈ അബ്രഹാമിന്റെ പേരെടുത്ത് പറഞ്ഞ് നീ ഞെളിയാണല്ലോ. നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ? യേശു പറഞ്ഞ മറുപടി നോക്കിയേ. 54. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്നു. എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആരുടെ സാക്ഷ്യം എനിക്ക് വേണ്ട. ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്ന് നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല. എന്റെ പിതാവിന്റെ സാക്ഷ്യമുണ്ട്. 58-ാം വാക്യം കൂടെ നോക്കിയേ. യേശു അവരോട്, ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു അബ്രഹാമിനേക്കാൾ, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഭിമാന സ്തംഭമാണ് അബ്രഹാം. പിതാക്കന്മാരുടെ പിതാവാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവാണ്. ദൈവത്തിന്റെ സ്നേഹിതനാണ്. ദൈവത്തിന്റെ പ്രഭുവാണ്. ശത്രുക്കൾ പറഞ്ഞതാണ്, നീ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രഭുവാണ് നീ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഈ ഭാഗം ഇംഗ്ലീഷിൽ വായിച്ചു പഠിച്ച് നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. ഈ വചനം നോക്കിയേ. ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്നല്ല ഇംഗ്ലീഷില്. മൂലഭാഷയിലും അതല്ല, എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അതല്ല. എന്താ? അബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു. ബിഫോർ Abraham was I am. ഞാൻ ഉണ്ടെന്നല്ല, അബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നു.
ഐ ആം ദാറ്റ് ഐ ആം. ഇന്ന് എനിക്ക് അതൊക്കെ വിശദീകരിക്കാൻ സമയം പോരാ, ഇത്തിരി ആഴമാണ് പ്രിയപ്പെട്ടവരെ. ഈ അയാമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? മോശയോട് തമ്പുരാൻ പറഞ്ഞില്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു. ഇവിടെ സ്തോത്രം, യേശു പറയാണ്, നിങ്ങൾ പറയുന്ന അബ്രഹാം ഉണ്ടല്ലോ, ആ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ഞാൻ. വലിയവനാണെന്ന് മാത്രമല്ല, നിങ്ങൾ യഹോവ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന, ദൈവം എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന സാക്ഷാൽ യഹോവയായ ദൈവത്തിന് സമനായ ദൈവമാണ് ഞാൻ ആകുന്നു. കണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യേശു ക്രിസ്തു മോശയേക്കാൾ ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യത തന്നെയിരിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. മോശ ഈ വീട്ടിനകത്തെ വേലക്കാരനായിരുന്നു, എന്നാൽ യേശുവോ ആ ഭവനം ചമച്ചവനും ആ ഭവനത്തിന്റെ അധികാരിയുമായ പുത്രൻ. നിങ്ങൾ വ്യാഖ്യാനിച്ചു. സമയം പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ വിടുകയാണ്. യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. ഇനിയും എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? വാക്ക് കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞ് അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി വിശേഷണം കിട്ടാതെ പറയുകയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ വലിയവനാണ്. നമ്മൾ ഏറ്റവും ഉന്നതമായി കാണുന്ന സ്വർഗമാണ്, എന്നാൽ നമ്മുടെ കർത്താവ് സ്വർഗത്തെക്കാൾ ഉന്നതനാണ്. യോഹന്നാൻ 3:31 നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടോ? എന്താ? മേലിൽ നിന്നു വന്നവൻ എല്ലാവരിലും വലിയവൻ, എല്ലാവർക്കും മീതെയുള്ളവൻ. ഈ കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും നമ്മൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശമരിയക്കാരി ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? യാക്കോബ് എവിടെ കിടക്കുന്നു? നമ്മുടെ കർത്താവായ യേശു എവിടെ നിൽക്കുന്നു? ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ഭക്തകവി എഴുതിയ ഒരു പാട്ട് ഇവിടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. TK ശാമുവൽ എന്ന് പറഞ്ഞ ഇലന്തൂർക്കാരനായ ഒരു അധ്യാപക ശ്രേഷ്ഠൻ എഴുതിയ അനുഗ്രഹീതമായ ഗാനം. അവനൊപ്പം പറയാൻ ഒരാളും ഇല്ല, അവനെ പോലെ ആരാധ്യരാരുമില്ല, അവനെ പോലെ ആരാധ്യരാരുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. ഈ കർത്താവിനെ നമ്മൾക്ക് സ്നേഹിക്കാം, സേവിക്കാം. ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ ജീവിതകാലം, നമ്മുടെ ശിഷ്ടകാലം ഈ കർത്താവായ യേശുവിൻ്റെ മഹത്വത്തെ ഓർത്ത് കർത്താവിനെ ആരാധിക്കുകയും ആ മഹത്വത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനും നമ്മൾക്കിടയാകട്ടെ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.